നമ്മൾ ഇന്ന് Next.js ഫസ്റ്റ് ഫീച്ചർ റൗട്ടിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ റിയാക്ട് ലൈബ്രറി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു ഫ്രെയിം വർക്കും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ റൗട്ടിംഗ് ലൈബ്രറി, ഇപ്പോൾ റിയാക്ട് ആണെങ്കിൽ റിയാക്ട് റൗട്ട് V6 നിങ്ങൾ യൂസ് ചെയ്യും. പക്ഷെ Next.js ഈ ഫീച്ചേഴ്സ് ഒക്കെ ബിൽറ്റ് ഇൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. റൗട്ടിംഗ് എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മുടെ ആപ്ലിക്കേഷന് ഡിഫറെന്റ് പേജസിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക് ആയിട്ട്. ഇനി Next.jsലേക്ക് വരുമ്പോൾ Next.js പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫയൽ സിസ്റ്റം ബേസ്ഡ് റൗട്ടിംഗ് മെക്കാനിസം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലെ ഫയൽസും ഡയറക്ടറീസും ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷന്റെ റൗട്ട്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോൾഡേഴ്സിന്റെയും ഫയൽസിന്റെയും നെയിം ആണ് URL നമ്മൾ ഓരോ URL പാത്ത് ആയിട്ട് ബ്രൗസറിൽ കൊടുക്കുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Next.js കോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അണ്ടറിൽ റൗട്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്, അതായത് നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫോൾഡേഴ്സും ഫയൽസും എന്തായിരിക്കും Next.jsൽ ഓരോ റൗട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റൗട്ട്സും ക്രിയേറ്റ് ചെയ്യേണ്ടത് സോഴ്സിൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോൾഡറിന്റെ അണ്ടറിലായിരിക്കണം. പിന്നെ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫയൽസും, അതായത് എല്ലാ ഫയൽസും ഫോൾഡേഴ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ റൗട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ നെയിം നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുക, page.txx അല്ലെങ്കിൽ page.js ആയിരിക്കണം. അത് ഓർത്തിരിക്കുക. പേജ് എന്നുള്ളത് ഫയൽ നെയിം കൊടുക്കണം. ഇനി ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഫോൾഡർ നെയിം ഇല്ലേ, അതായിരിക്കും ബ്രൗസറിൽ വരുന്ന ഓരോ പാത്ത് സെഗ്മെന്റ്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ പ്രൊജക്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കണ്ടിട്ടില്ലാത്തവര്. അപ്പൊ നമ്മുടെ ഈ സെർവർ ഏതാ? ഡെവലപ്മെന്റ് സെർവർ ലോക്കൽ ഹോസ്റ്റ് 3000 ആണ്. നമുക്ക് ബേസിക് ആയിട്ടൊരു റൗട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്റെ സോഴ്സിന്റെ ആപ്ലിക്കേഷൻ ഫോൾഡറിന്റെ അണ്ടറിലുള്ള എല്ലാ ഫയൽസും റിമൂവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എല്ലാ റൗട്ട്സും ഈ ആപ്പ് ഫോൾഡറിന്റെ അണ്ടറിലായിരിക്കണം. അതുപോലെ തന്നെ ഫയൽ നെയിം page.tsx ഓർ page.js ആയിരിക്കുന്നത്. സോ നമുക്ക് റൂട്ട് റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആപ്ലിക്കേഷൻ ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്, page.tsx. നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഈ ഫയലില് മോഡ്യൂൾ ഡീഫാൾട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്, എക്സ്പോർട്ട് ഡീഫാൾട്ട് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്, ഫങ്ഷണൽ കോമ്പോണന്റ് ഫങ്ഷൻ ഹോം എന്നാണ് കൊടുക്കുന്നത്. ഇതിൽ ഇനി നമുക്ക് JXXന്റെ പോർഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് റിട്ടേൺ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് നമ്മൾ ബേസിക് റൗട്ട് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഹോം പേജ് ആയിരിക്കുമല്ലോ ബേസിക് ആയിട്ടുള്ള റൗട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ഹോം പേജ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒത്തിരി HTML എലമെന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു H1 ടാഗിന്റെ അകത്ത് ഹോം പേജ് എന്ന് മാത്രം കൊടുക്കുക. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് റൗട്ട് ക്രിയേറ്റ് ചെയ്തു. ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. നമുക്ക് സെർവർ ഒന്ന് അപ്പാക്കാം. സോ ഞാൻ എൻ്റെ റൗട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ എൻ്റർ ചെയ്യുന്നു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ npm route dev. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹോം പേജ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കൊരു 2 റൗട്ട്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു എബൌട്ടും ഒരു കോണ്ടാക്റ്റും പേജ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഞാൻ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോൾഡറിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്, എബൌട്ട് എന്ന് പറഞ്ഞ്. പിന്നെ എബൌട്ടിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ page.txx ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കണ്ടന്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഫംഗ്ഷൻ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ എബൌട്ട് പേജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ആപ്ലിക്കേഷന്റെ അണ്ടറിൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ ഇതിന്റെ അകത്ത് ഒരു page.txx ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. കോണ്ടാക്ട് എന്ന് ഫംഗ്ഷൻ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അഗെയിൻ ഹെഡർ ടാഗിന്റെ കണ്ടന്റും ചേഞ്ച് ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കേസ്, അതായത് ഇവിടെ ഫോൾഡറിന്റെ നെയിം ഓരോ ഫോൾഡറുമായിരിക്കും നമ്മൾ ബ്രൗസറിൽ എൻ്റർ ചെയ്യുന്ന ആ URLന്റെ പാത്ത് ഡിസൈഡ് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് എബൌട്ട് പേജിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ
ബ്രൗസറിൽ വന്നിട്ട് URL /about എന്ന് കൊടുക്കുക. നമ്മൾ about എന്നല്ലേ ആ ഫോൾഡർ നെയിം കൊടുത്തിരിക്കുന്നത്, കൊടുക്കണ്ടില്ലേ? about പേജിലേക്ക് പോയി. അതുപോലെ തന്നെ നമുക്ക് കോണ്ടാക്ടിന്റെ പേജിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ /contact കൊടുത്താൽ മതി. കാരണം എല്ലാ പേജിന്റെയും നെയിം സെയിം ആണല്ലോ, page.txs ആണ്, അത് നെയിമിംഗ് കൺവെൻഷൻസ് ആണ്. എല്ലാ ഫ്രെയിം വർക്സിനും അതിൻ്റെതായ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഇവിടെ Next.jsന്റെ കൺസ്ട്രെയിനും ഈ നെയിമിംഗ് ബേസ് ചെയ്തിട്ടുള്ളത് റൗട്ടിങ്ങിൽ. ഇനി സപ്പോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു റൗട്ട് URL കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതായത് നമുക്കിവിടെ ഡാഷ്ബോർഡ് എന്ന് കൊടുക്കാം. എൻട്രി ആണ്, കണ്ടോ? നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് 404 എറർ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡിഫാൾട്ട് ആയിട്ട് ഈ ഫ്രെയിം വർക്ക് തന്നെ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ഹോം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൂട്ട് ക്രിയേറ്റ് URL ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് Next.jsലെ ബേസിക് ആയിട്ടുള്ള റൗട്ടിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് ആയിട്ട് എങ്ങനെയാണ് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് നെസ്റ്റഡ് റൗട്ട്സ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്